Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 91-10 വാക്യത്തിൽ പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ, ഇതോർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്റെ കൂടാരത്തെ വിട്ടുമാറാത്ത ചില അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ചില കടഭാരങ്ങൾ നിന്നെ പിന്തുടരുമ്പോൾ ഇന്ന് ഈ വചനം പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുത്തു വരികയില്ല. എത്രയോ പ്രാവശ്യം നിന്റെ തലയ്ക്ക് മീതെ അനർത്ഥം പൊങ്ങി വന്നു, വാഹനത്തിന് നേരെ അനർത്ഥം പൊങ്ങി വന്നു, നിന്റെ ശരീരത്തിൽ വന്ന രോഗനിമിത്തം അനർത്ഥങ്ങൾ പൊങ്ങി വന്നു. നിന്നെ സ്നേഹിച്ചവർ നിനക്കെതിരെ അനർത്ഥങ്ങൾ വരാൻ ആഗ്രഹിച്ചവരുണ്ട്. നിന്നെ തകർക്കാൻ നോക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ ആദരിച്ചു. ഇന്ന് ഈ സമയം ദൈവം നിന്നെ ഹോണർ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ചില അനർത്ഥങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്നു. ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ദൈവം നിങ്ങളെ നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ വിച്ച് ക്രാഫ്റ്റ് ചെയ്തവർ, ആഭിചാരം ചെയ്തവർ, നിങ്ങളുടെ ജോലിസ്ഥലത്ത് വെറുതെ നിങ്ങളെ ദ്രോഹിച്ചവർ, നിങ്ങളെ ചതിക്കാൻ നോക്കിയവർ, അവരുടെ എല്ലാം മുൻപിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ ദൈവ പൈതലിൻ്റെ പ്രൊട്ടക്ഷൻ, എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരായ നമ്മളെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ മക്കളാക്കി അവൻ തീർത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു തരാനും ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതിയുകയാണ്. അനർത്ഥങ്ങൾ വരാതെ, ദോഷങ്ങൾ വരാതെ, വ്യാകുലതകൾ വരാതെ, നിരാശകൾ വരാതെ ദൈവം നമ്മെ പരിപാലിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷനാണ്. ഈ മന്ത് ഒരു പ്രൊട്ടക്ഷനാണ്. നെക്സ്റ്റ് മന്ത് ഒരു പ്രൊട്ടക്ഷനാണ്. പുതിയ വർഷം ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ദൈവം മാറ്റിമറിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ദൈവം മാറ്റിമറിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഈ വചനം ഇന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര നിരാശയും വേദനയിലുമായിരിക്കുന്നു. ഈ വചനം വിശ്വസിച്ചോ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് പറഞ്ഞ അങ്ങയുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മേൽ വലിയൊരു പ്രൊട്ടക്ഷൻ കർത്താവെ അങ്ങ് അയക്കണമേ, അങ്ങ് വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹിമയ്ക്കായി നന്ദി പറയുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ഒരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കുകയില്ല. ലവ് യു. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.